നമ്മുടെ കുട്ടികളുടെ പഠനം നന്നായി നടക്കുന്നതാണ് മാതാപിതാക്കളുടെ സന്തോഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയും ആഗ്രഹവും എൻ്റെ കുഞ്ഞ് മിടുക്കനാകണം, അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒത്തിരി സമയം മാറ്റിവെക്കുന്നതും പണം ചെലവഴിക്കുന്നതും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലെ ചില സത്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം, മാതാപിതാക്കൾ അറിയണം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഇപ്രകാരം പറയുന്നു: ട്രസ്റ്റ് ദ ലോർഡ്. കർത്താവിൽ ആശ്രയിക്കാനായിട്ടാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. ഒപ്പം ഒരു വാണിംഗ് തരുന്നുണ്ട്: ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള ഉറപ്പും ബോധ്യവും നമ്മൾ പ്രാപിക്കുന്നതോടൊപ്പം നമ്മുടെ കഴിവിലും നമ്മുടെ സാമർഥ്യത്തിലും നമ്മൾ ഊന്നിപ്പോകരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കേണ്ട കാര്യം ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ, സ്വന്തം അറിവും ബുദ്ധിയിലും ആശ്രയിക്കാതിരിക്കാൻ. ഇന്നത്തെ അത്യാധുനിക യുഗത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരാണ്, പ്രാപ്തിയുള്ളവരാണ്, യോഗ്യരാണ്, അവർക്കെല്ലാം കഴിയുമെന്ന് തോന്നുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവരെ നിശ്ചയമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനും സ്വയം ബുദ്ധിമാനാണ്, മിടുക്കനാണ് എന്ന് ചിന്തിക്കാതിരിക്കാനും അവരെ നാം ട്രെയിൻ ചെയ്യണം. അടുത്തൊരു വാക്യം പറയുന്ന ഇപ്രകാരമാണ്: നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ദൈവമാണ്, കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അക്നോളജ് ഹിം. അവനെ എല്ലാ വഴികളും നനച്ചുകൊള്ളാനാണ് പറയുന്നത്. ഹി വിൽ സ്ട്രെയിറ്റൻ യുവർ പാത്ത്, ഡയറക്റ്റ് യുവർ പാത്ത്. നമ്മളെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാ സമയത്തും നമ്മളോടൊപ്പം ഉണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോകുന്നു. അത് മാത്രം പോരാ, ദൈവ സാന്നിധ്യം എല്ലാ സമയവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കാണണം. ദൈവാലയത്തിൽ വളരുന്ന ശമൂവേൽ ബാലൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ നമ്മുടെ വീടുകൾ ദൈവാലയമായി മാറാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. ജോലിയും തിരക്കും അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീടുകളാണ് ദൈവാലയമായി മാറേണ്ടത്. കുടുംബ പ്രാർത്ഥനകൾ നിർബന്ധമായും വീട്ടിൽ നടക്കണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകൾ ഉണ്ടാകണം. കർത്താവാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ തലമുറയിൽ പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ദുർഘട ഘട്ടങ്ങൾ വരുമ്പോൾ, വൈതരണികൾ വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. മറിച്ച് ട്രസ്റ്റ് ദ ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കാനും എൻ്റെ പാതകളെ നേരെയാക്കാൻ കർത്താവിന് കഴിയുമെന്നുള്ള ഉറപ്പുണ്ടാകണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ നമ്മൾ ബന്ധപ്പെടാറുണ്ട്, പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് വരും. കുഞ്ഞുങ്ങളുടെ മനസ്സിടിഞ്ഞു പോകും. മാതാപിതാക്കൾ അവരെ ധൈര്യപ്പെടുത്തണം. അവർ പഠിക്കുന്ന കോഴ്സിനേക്കാളും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവർ വരുവാൻ വേണ്ടിയാണ് പല വഴികളും അടയ്ക്കപ്പെടുന്നത്. ഈ വഴി അടയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു അടവല്ല, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാനാണെന്ന് ബോധ്യമുണ്ടാകണം. മാർഗ് കുറഞ്ഞുപോയി, തോറ്റുപോയി, നിരാശപ്പെടുത്തേണ്ട. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഒരു തോൽവി ജീവിതത്തിന്റെ തോൽവി അല്ല, അവർക്ക് ഇനിയും കഴിയും എന്നുള്ള പ്രോത്സാഹന ചിന്തകൾ പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ നിശ്ചയമായിട്ടും ഉത്സാഹിക്കണം. അതെ, അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് പ്രാർത്ഥനാ ജീവിതവും ദൈവവചനം വായിക്കാനുള്ള ആ താല്പര്യവും വളർത്തിയെടുക്കണം. വചനമാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിന്റെ 130 വാക്യത്തിൽ പറയുന്നു: ദൈവത്തിന്റെ വചനത്തിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രകാശനം അത് വിജ്ഞാനപ്രദമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും അറിവും കൊടുക്കും ദൈവവചനം. അതുകൊണ്ട് ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പണിയപ്പെടാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ വീട്ടിൽ തന്നെ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ എന്താ നമ്മൾ സംസാരിക്കുന്നത്? എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, പപ്പയും മമ്മിയും വീട്ടിൽ പറയാത്ത ഒരു വാക്കുകളും ഒരു സംസാരവും വീട്ടിൽ പാടില്ല. അവരുടെ വായിൽ നിന്ന് ഏത് പാട്ടാ വരുന്നത്? സിനിമയിലെ പാട്ടുകളല്ല വേണ്ടത്, ദൈവവചനം, ആത്മീക പാട്ടുകൾ അവരുടെ വായിൽ നിന്ന് വരണം. വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്ന വായ സംസാരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് സാധാരണ സംസാരിക്കുന്നത്? അവരുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാ. അത് എന്താണ് വരുന്നത്? ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കാനുള്ള ഉത്തരവാദിത്വവും മാതാപിതാക്കൾ ഏറ്റെടുക്കണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അനുഗ്രഹമായി തീരാൻ, വീടിന്റെ നന്മയായി തീരാനായിട്ട് കഴിയുകയും ഒപ്പം ദൈവ സാന്നിധ്യം ഓരോ നിമിഷവും അവർ അനുഭവിപ്പാനായിട്ട് അവരെ പ്രാപ്തമാക്കുകയും ചെയ്യണം. അവർ തന്നെ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോകുന്നതിന് തെറ്റില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചയക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ വീട്ടിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം. വീട് സ്വർഗമാണെന്നാണ് പറയുന്നത്. വീട് സ്വർഗമായി തന്നെ, നാളെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം. വീട് സ്വർഗമാകണം. അപ്പം നമ്മുടെ വീടുകൾ സ്വർഗമാകാൻ നമ്മൾ നിശ്ചയമായിട്ടും ഉത്സാഹിക്കുമ്പോഴാണ് നമ്മുടെ വീടുകളും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ധന്യമാകട്ടെ, അനുഗ്രഹമാകട്ടെ. എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. PG വർഗീസ് എന്ന് പറയുന്ന അങ്കിൾ പറയാറുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അവർ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കഴിയുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അത് അവർക്ക് അനുഗ്രഹമായി തീരും. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ
ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957. നമ്പർ വീണ്ടും 988-022-1957.